ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത്തവണ വിഷുവിന് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളൊരു യാത്ര പോയായിരുന്നു. ആ യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ യാത്രയെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് അന്ന് മോർണിംഗ് തന്നെയാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്, കോഴിക്കോട് നിന്ന്. വിഷുക്കാലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇരട്ടി മധുരം പോലെയാണ്. കാരണം നെക്സ്റ്റ് ഡേ തന്നെയാണ് ഞങ്ങളുടെ ആനിവേഴ്സറിയും വരുന്നത്. ഇതാണ് വീട്ടിൽ വന്നപ്പോൾ നിറയെ മുറ്റത്ത് മാങ്ങ പൂത്ത് നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ മാങ്ങ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങ് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് കരുതി. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഓൺ ദ വേ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നീട് ഞാൻ കണ്ണ് തുറക്കുന്നത് അടിവാരത്ത് എത്തിയിട്ടാണ്. അതുവരെ ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ എന്തോ പെട്ടെന്ന് വിശപ്പ് വന്നു. നോക്കിയപ്പോൾ ഉടുപ്പി ഹോട്ടൽ കണ്ടു. പുതിയ ഹോട്ടലാണ്. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയത്. കേരളത്തിലെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഒരു പ്രോമിനൻറ്റ് ഫീച്ചർ തന്നെയാണ് ഈ വയനാടൻ ഹിൽസ്. അതിൻ്റെ ബേസിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ ചുരം കയറി തുടങ്ങുവാണ്. 14 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ താമരശ്ശേരി ചുരത്തിനകത്ത് 9 ഹെയർപിൻ വളവുകൾ വരുന്നുണ്ട്. അതാണ് അതിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നതും. ഇതാണ് നമ്മുടെ കോഴിക്കോടിനെയും വയനാടിനെയും കണക്ട് ചെയ്യുന്നത്. ഈ സിറ്റിയിൽ കുറച്ച് കാലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുന്നും മലയും മരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഇഷ്ടമൊക്കെ തോന്നുമല്ലേ? എനിക്കങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷം വയനാട്ടിൽ സെറ്റിൽഡ് ആയിരുന്നു. അവസാനം ചുരം ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ വയനാടൻ ലൈഫ് തന്നെയായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ ഇത്തവണ ഒരു നൊസ്റ്റാൾജിയ മൂഡിലാണ്. ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന സമയത്ത് ചായ കുടിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു ചായക്കടകളും ചുരത്തിൻ്റെ സൈഡിൽ നിർത്തിയിരുന്നതും ഫോട്ടോ എടുത്തതും അങ്ങനെ ഓരോരോ വിശേഷങ്ങളും പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര. ഈ 9 ഹെയർപിൻസും കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുമ്പം ഒരു വ്യൂ പോയിൻ്റ് വരുന്നുണ്ട്, ലക്കിടി വ്യൂ പോയിൻ്റ്. അവിടെ നിന്നുള്ള കാഴ്ച വളരെ ഭംഗിയാണ്. പക്ഷേ അത് ഏറ്റവും സുന്ദരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു 6:30-7 മണി സമയത്ത്, തണുപ്പ് കാലത്ത്, മഞ്ഞുകാലത്ത് അതിലെ പാസ് ചെയ്യുമ്പോൾ ഈ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നൊരു കാഴ്ചയുണ്ട്. എൻ്റെ പൊന്നോ, എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാൻ. അത് ചിലവർക്കെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടാവും. വല്ലപ്പോഴും ആ സമയത്ത് പാസ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. അങ്ങനെ ആ കാഴ്ചയൊക്കെ കഴിഞ്ഞിതാ നമ്മൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിലൊരു പുള്ളിക്കാരനെ കാണാം. ഇദ്ദേഹമാണ് നമ്മുടെ കരിന്തണ്ടൻ. പണ്ട് വെസ്റ്റേൺ ഗഡ്സിലൂടെ ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സിന് വഴി കണ്ടെത്തി കൊടുത്ത ആൾ. അത് കഴിഞ്ഞാൽ വൈത്തിരിയിൽ ഫുള്ള് നമുക്ക് അഡ്വെഞ്ചറസ് പാർക്കിൻ്റെ ഒരു മേള തന്നെയാണ്. കുറേ ഇതെല്ലാം പുതിയതാണ് കേട്ടോ. നമ്മൾ പണ്ടുണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഈ അഡ്വെഞ്ചർ പാർക്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചുരം കയറി കഴിഞ്ഞാൽ തന്നെയുണ്ട്. ഇത്തവണ നമ്മൾ ഒട്ടും അഡ്വഞ്ചറസ് മോഡിലല്ല, കുറച്ച് പീസ് ആൻഡ് ഹാർമണി തേടിയിട്ടുള്ള യാത്രയിലാണ്. വൈത്തിരിയിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചുണ്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പുഴുതനയിലാണ് ഞങ്ങൾ ഏറ്റവും നല്ല ടീ പ്ലാന്റേഷൻസ് കണ്ടിട്ടുള്ളത്. എന്തോ ഞങ്ങൾ അതിലെ എന്നും പാസ് ചെയ്യാറുള്ളതുകൊണ്ടാണെന്നറിയില്ല, ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ പുഴുതനയിലൂടെ കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്റ്റേക്കേഷനിലേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇത്. ഈ പുഴുതനയിൽ നിന്ന് പടിഞ്ഞാറത്തറ റൂട്ടിലാണ് നമ്മുടെ ബാണാസുര ഡാമൊക്കെ വരുന്നത്. അവിടെയാണ് നമ്മൾ പണ്ട് താമസിച്ചിരുന്നത്. ഈ ആളെ കണ്ടോ? ഈ ആളെ കണ്ടപ്പോൾ എനിക്ക് കാട്ടി എന്ന് പറഞ്ഞൊരു മൃഗത്തെയാണ് ഓർമ്മ വന്നത്. വയനാട്ടിലൊക്കെ നമ്മുടെ വണ്ടീനേക്കാൾ വലുപ്പത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു മൃഗമാണ് കാട്ടി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരു തേയിലത്തോട്ടം കഴിഞ്ഞു, കാപ്പിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു 1 വേ ആണ് കേട്ടോ. അവിടെ ഇങ്ങോട്ട് വണ്ടി വന്നാൽ എങ്ങോട്ട് തിരിക്കുന്നറിയാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഏട്ടൻ ഏത് കാട്ടിക്കാണ് കൊണ്ടുപോകുന്നേ ചോദിക്കുമായിരുന്നു. അപ്പോഴാണിതാ ജീവസ് ആയുർവേദ എന്ന നമ്മുടെ മെയിൻ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ആ എൻട്രൻസ് കയറി കഴിഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിയെന്ന് ഓർത്തിട്ട്. എന്നോട് കുഞ്ഞ് ഹോം സ്റ്റേ ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഈ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കിട്ടിയ അടിപൊളി ഗിഫ്റ്റ് തന്നെയായിരുന്നു. സോ ഞാൻ പുള്ളിക്കാരൻ എന്താ ഗിഫ്റ്റ് കൊടുത്തത്, നമ്മുടെ അവിടുത്തെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഈസ് ജീവസ് ആയുർവേദ. വയനാട്ടിലെ അടിപൊളി റിസോർട്ടാണ്. അതിൻ്റെ എൻട്രൻസ് വ്യൂ മാത്രമാണ് ഈ കാണുന്നത്. ബാക്കി എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, കീപ് വാച്ചിങ്. താങ്ക് യു.